അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിസാനുൽ ഖുർആനിലെ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബ് എക്സസൈസുകളും അതേപോലെ അനുബന്ധ പാഠത്തോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി പാഠങ്ങൾ നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പാഠം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം നഖ്റ എന്നാണ്. നമുക്ക് വായിക്കാം. ഓക്കെ, നമുക്ക് വായിക്കാം. ദഹബ സിനാനുൻ ലി ജിയാറത്തിൽ ഹദീഖ. ഈ പാഠത്തിൽ ഫസ്റ്റ് തന്നെ ഉണ്ട് ദഹബ ഫാദിലുൻ മാ വാലിദിഹി ലി ജിയാറത്തിൽ ഹദീഖ. ഓക്കെ, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദഹബ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. പോയി. ആര് പോയി? സിനാന് പോയി ലി ജിയാറത്തിൽ ഹദീഖ, സൂ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിനാൻ സൂ കാണാൻ വേണ്ടി പോയി. ഇവിടെ ലി ജിയാറത്ത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. അസ്സാലബു കൽ കൽബി, കുറുക്കൻ ആരെപ്പോലെയാണ്? നായയെ പോലെയാണ്. ഇവിടെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് കൽ കൽബി എന്നുള്ളതാണ്. ഇവിടെ ലി ജിയാറത്തി എന്നുള്ളതാണ്. പിന്നെ കുല്ലുവ മിൻ അജായിബി ഹൽക്കില്ല, എല്ലാം അള്ളാഹുവിൻ്റെ അത്ഭുത പ്രവർത്തികളിൽപ്പെട്ടതാണ്. മിൻ അജായിബി. ഫഹിംതു അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെക്കുറിച്ച് നിനക്ക് മനസ്സിലായോ എന്ന് അവൻ്റെ ഉപ്പ ചോദിക്കുകയാണ്. അൽ അസദു ഫിൽ ഹദീഖത്തി, സിംഹം കൂട്ടിലാണ് അല്ലെങ്കിൽ സൂവിലാണ്. അത്തുയൂറു അലൽ അസ്റ്റാരി, പക്ഷികൾ മരത്തിൻ്റെ മുകളിലാണ്. ബയ്യനൽ വലതു ലി ഇബ്നിഹി, പിതാവ് കുട്ടിക്ക് വിവരിച്ചു കൊടുത്തു. അല്ലബിയു കൽ അനമി, ഈ ഡീർ മാൻ എന്ന് പറയുന്നത് ആടിനെ പോലെയാണ്. യതവല്ലഉ ബാസിമു മിനൽ ഹൗലി, ബാസിമു ഹൗലിൽ നിന്ന് വെള്ളം വുളൂ ചെയ്തു. ബയ്യനൽ വലതു അനിൽ ഹയവാനാത്ത്, പിതാവ് കുട്ടിക്ക് മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അസാലബു ഫിൽ ഖഫസി, കുറുക്കൻ കൂട്ടിലാണ്. അല ഷജറത്തി ബബു, മരത്തിൻ്റെ മുകളിൽ തത്തയുണ്ട്. ഓക്കെ, ഇതിൽ റെഡ് കളറിൽ ചുവന്ന കളറിൽ കൊടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് ഇപ്പം അൽ അസദു ഫിൽ ഹദീഖത്തി, ഇത് നോക്കാം, സിമ്പിളായിട്ടുള്ള നോക്കാം. അൽ അസദ് എന്ന് പറഞ്ഞാൽ സിംഹമാണ്, സിംഹം. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ സൂ. അപ്പം അസദ് എന്ന് പറഞ്ഞാൽ സിംഹം, സൂ, ഹദീഖത്ത് പറഞ്ഞാൽ സൂ. സിംഹവും സൂ ഉണ്ട്. പക്ഷെ ഇത് കണക്ട് ചെയ്യണം, നമുക്ക് ബന്ധിപ്പിക്കണം. ഈ രണ്ട് സെൻറ്റൻസിനെയും ബന്ധിപ്പിക്കാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിംഗ് വേർബ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു കണക്റ്റിംഗ് വേർബാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫി എന്ന് പറയുന്നത്. അപ്പം അൽ അസദു, സിംഹം എന്ന് പറയുന്നത് എന്തിലാണ്? അൽ ഫിൽ ഹദീഖത്തി, സൂയിലാണ്. സൂയിലാണ് എന്ന് പറയുന്ന ആ ഒരു കണക്റ്റിംഗ് വേർബ് കിട്ടാനാണ് ഫി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് കെസറായി മാറും. അടുത്തത് തുയൂർ, പക്ഷി. തുയൂർ എന്ന് പറഞ്ഞാൽ ബേർഡാണ്, ബേർഡ്. അലൽ അസ്റ്റാർ, ട്രീ. അസ്റ്റാർ എന്ന് പറഞ്ഞാൽ ട്രീസ്. പക്ഷിയും മരങ്ങളും ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണം. ഒന്നെങ്കിൽ ആ പക്ഷി എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അവിടെ ഒരു കണക്റ്റിംഗ് വേർബ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ അല എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് വേർബ് വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിഞ്ഞു? അത്തുയൂറു അലൽ അസ്റ്റാരി, പക്ഷി മരത്തിൻ്റെ മുകളിലാണ് എന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടി. ഓക്കെ, അതേപോലെ പിന്നെയോ അഷജറത്തും ബബുകാവുണ്ട്, മരവും തത്തയുണ്ട്, പാരറ്റ്. ട്രീയും ഉണ്ട്. എന്നാൽ അതിനെ കണക്ട് ചെയ്തത് ഈ അലയാണ്. തത്ത എവിടെയാണ്? മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷരങ്ങൾ, ബ്രാക്കറ്റ് ചെയ്തിട്ടുള്ള അക്ഷരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിനാണ് എന്ത് പറയാം? ഹുറൂഫ് ജർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ല വന്നതുകൊണ്ടാണ് കെസർ വന്നത്, ഇവിടെ മിന്ന് വന്നതുകൊണ്ടാണ് കെസർ വന്നത്, ക വന്നതുകൊണ്ടാണ് കെസർ വന്നത്. അപ്പോൾ ഈ ഹുറൂഫ് ജർ എവിടെ വന്നാലും അതിനുശേഷം പിന്നെ ഇപ്പം ഈ മിന്ന്, അന്ന്, ഫി, ആല പോലത്തെ ഹർഫുകൾ എവിടെ വന്നാലും ആ ഹുറൂഫ് ജർ എവിടെ വന്നാലും അതിനുശേഷമുള്ള ഇസ്മിന് കെസറായിരിക്കും. അത് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇതിൽ ബ്രാക്കറ്റിലുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതിൽ നമുക്കൊരു വർക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് നഖ്താർ മിനൽ കൗസൈനി വനുക്കമ്മിൽ, ബ്രാക്കറ്റിൽ നിന്ന് എടുക്കുക. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ഹുറൂഫ് ജറുകൾ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഈ ഓരോ സെൻറ്റൻസുകളിലേക്കും ആവശ്യമായത് ഏതാണോ അതെന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ സമയത്ത് ഓരോ വേർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അർത്ഥവും പറയാം. ഓക്കെ, ഒന്നാമത്തത് അൽഹംദു ഡാഷ്. അവിടെ പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്യേണ്ട, അൽഹംദു ലില്ലാഹി എന്നാണ് നമുക്കറിയാം. സർവ്വസ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാണ്. ലില്ലാഹി. ഓക്കെ, അപ്പോൾ ലില്ലാഹി എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ നമ്മൾ വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബയ്യനൽ വലതു വാലിദു ലിബിനിഹി, പിതാവ് വിവരിച്ചു കൊടുത്തു. ലിബിനിഹി, മകന് വേണ്ടി പിതാവ് എന്ത് ചെയ്തു? കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു എന്നാണ്. ഒരു വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഈ ലാമിനുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹി, സർവ്വസ്തുതി മാർക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അൽ ബുർത്തുക്കാലു, ഈ ബുർത്തുക്കാൽ, ഈ ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ബുർത്തുക്കാൽ തന്നെ. ബുർത്തുക്കാൽ അസല്ലത്ത്, കൊട്ട. ബുർത്തുക്കാലും കൊട്ടയുണ്ട്. ബുർത്തുക്കാൽ സാധാരണ കൊട്ടയിൽ നമ്മൾ എന്താ ചെയ്യൽ? കൊട്ടയിൽ ഇടലാണ്. ബുർത്തുക്കാൽ എവിടെയാണ്? ഫി സല്ലത്തി, കൊട്ടയിൽ. ഈ ഫീൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്. അൽ ബുർത്തുക്കാൽ ഫി സല്ലത്തി, ബുർത്തുക്കാൽ എവിടെയുള്ളത്? കൊട്ടയിലാണ്. പിന്നെ ത്വാവിലത്തി ബിത്തീഹത്തുൻ, മേശയിൽ എന്തുണ്ട്?
ഭിത്തിഹ് വത്തക്കയുണ്ട്. അപ്പോൾ മേശൻ്റെ മുകളിൽ, ഇപ്പോൾ മേശൻ്റെ താഴെ വെക്കാം, മേശൻ്റെ മുകളിൽ വെക്കാം, എവിടെയും വെക്കാം. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം വെക്കുന്നത് മേശൻ്റെ മുകളിലാണ്. അപ്പോൾ മേശൻ്റെ മുകളിൽ വത്തക്കയുണ്ട്. മുകളിൽ എന്നുള്ള വാക്ക് വരണമെങ്കിൽ അല വേണം. അപ്പോൾ ഇവിടെ അല ഇട്ട് കൊടുത്തു. അല താവിലെത്തി, അല വന്നുകൊണ്ട് താവിലത്തിന് കെസർ വന്നു. അല താവിലെത്തി, മേശയുടെ മുകളിൽ എന്തുണ്ട്? ഭിത്തിഹുൻ വത്തക്കയുണ്ട്. ഓക്കെ, ഇത് ഫീ ആട്ടോ. നെക്സ്റ്റ് റജാഅത്ത് ദാരിസു, കുട്ടി പഠിക്കുന്ന ആൾ, പഠിതാവ് മടങ്ങി. എവിടുന്നാണ് മടങ്ങിയത്? ഡാഷൽ മദ്രസ, മദ്രസ, പഠിതാവ് മടങ്ങി മദ്രസ. എവിടുന്നാണ് മടങ്ങിയത്? മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന്. ഈ ഫീൻ്റെ അതേ അർത്ഥമാണ്, പക്ഷേ അർത്ഥം മാറും. ഇവിടെ മിനൽ, മദ്രസയിൽ നിന്നാണ് കുട്ടി മടങ്ങിയത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന് പോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ നിന്ന് പോയി എന്നൊക്കെ പറയാൻ നമുക്ക് മിന്ന് യൂസ് ചെയ്യാം. കൊട്ടയിലാണ്, പെട്ടിയിലാണ്, അല്ലെങ്കിൽ ബക്കറ്റിലാണ്, ബാസ്ക്കറ്റിലാണ്. ഒരു ഇൽ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പിന്നെ ഫീ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് റളിയല്ലാഹു, അള്ളാഹുവിൻ്റെ എല്ലാ തൃപ്തിയും ഉണ്ടാവട്ടെ. അഹ്ലിൽ ബദർ, ബദറിൻ്റെ അഹ്ലുകാർ, അവരുടെ മേലിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ, അല്ലെങ്കിൽ അവരെ തൊട്ട് അള്ളാഹുവിൻ്റെ, അല്ലെങ്കിൽ അവരുടെ മേലിൽ അള്ളാഹുവിൻ്റെ എന്തുണ്ടാവട്ടെ? എല്ലാ തൃപ്തിയും ഉണ്ടാവട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ അല കൊടുക്കാം. അവരുടെ മേലിൽ എന്തുണ്ടാവട്ടെ? അവരുടെ മേലിൽ എല്ലാ അള്ളാഹുവിൻ്റെ എല്ലാ തൃപ്തിയും ഉണ്ടാവട്ടെ. അടുത്തത് ഫീ ആണ്. നമ്മളിവിടെ ബൂർത്തക്കാൽ പറഞ്ഞതുപോലെ ഫിസല്ലത്തി മാഞ്ച, കൊട്ടയിൽ എന്തുണ്ട്? മാങ്ങയുണ്ട്. എന്തലറിൽ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അലൽ ബൈത്തി, വീടിൻ്റെ മേലിലേക്കാണ് ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പൊരൻ്റെ മുകളിലേക്ക് ഉമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തുൽ അദാന, ബാങ്ക് കേട്ടു. ബാങ്ക് എവിടെ നിന്നാണ് കേട്ടത്? ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്നാണ് കേട്ടത്. നദ്ഹബു, ഞങ്ങൾ പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? വേണ്ടിനർത്ഥം ലി സിയാറത്തി ജദ്ദിന, നമ്മുടെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓക്കെ, അത്താമു, ഭക്ഷണം. എന്താണ് ഭക്ഷണം? ഭക്ഷണം എന്താണ്? എവിടെയാണുള്ളത്? ഫിൽമ ഇതാ, സുപ്രയിലാണുള്ളത്. അൻത അൻത കൽ ഉസ്താദി, നീ ആരെ പോലെയാണ്? ഉസ്താദിനെ പോലെയാണ്. അൻത കൽ അസദി, നീ സിംഹത്തെ പോലെയാണ്. അല്ലെങ്കിൽ അൻത എന്താണ്? കൽ ബബുഹായി, നീ താത്തയെ പോലെയാണ് എന്നൊക്കെ പറയാം. അടുത്തത് ഖറഇന, ഞങ്ങൾ വായിച്ചു. അൻ ഹിജ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഹിജ്റയെ തൊട്ടുള്ള കഥകളും കവിതകളൊക്കെ ഞങ്ങൾ വായിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ക ആണ്. ക എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. ലി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ലി എന്ന് പറയാം. ഓക്കെ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്. ഒരു വസ്തുവിൽ ഇന്ന്, ഓണം, ഇന്ന് എന്നുള്ള ഇംഗ്ലീഷ് പ്രൊപ്പോസിഷൻ. മിൻ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്, പക്ഷേ ഫ്രം എന്നുള്ള അർത്ഥമാണ്. അൻ എന്ന് പറഞ്ഞാൽ തൊട്ട്, ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് പറയാം. തങ്ങളുടെ ചരിത്രങ്ങളെ തൊട്ട്, അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടു എന്ന് പറയാൻ അന്ന് യൂസ് ചെയ്യാം. അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അത്രയും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഓക്കെ ആണോ? ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി തരാം. അല എന്നുള്ളത് ഓൺ എന്നാണ്. ഫി എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ്. പിന്നെ അൻ എന്ന് പറഞ്ഞാൽ എബൌട്ട് എന്നാണ്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ലി എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ്. എബൌട്ടിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ അതിലുള്ളത് പിന്നെ മിന്നും അതേ അർത്ഥമാണ്. ഫ്രം എന്നുള്ള അർത്ഥമാണ് മിന്ന്. പിന്നെന്താ ഉള്ളത്? പിന്നെ ക എന്ന് പറഞ്ഞാൽ ആസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളെ നമുക്കതിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള പാടാണ്, കൺഫ്യൂഷൻ ആവേണ്ട. ഹുറൂഫ് ജർ എന്നാണ്, നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ഹുറൂഫ് ജർ എന്നാണ് ഇതിന് പറയാം. ഈ ഹർഫുകൾ ഈ 5-6 പഠിച്ചു വെക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കുക, അതെവിടെയാണ് വരുന്നത് എന്ന് നോക്കി വെക്കുക. പിന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇതിൽ നിബിധങ്ങളുടെ ഹിജ്റ പോയ സമയത്ത് അവർ സ്വീകരിച്ച ഒരു ബൈത്ത് ഇതിലുണ്ട്. എന്താ തത്തരവ് ബൈനന ഫിൽക്കവാക്കി വിക്കൽ ആ ബൈത്ത് ഇതിലുണ്ട്. പിന്നെ നമുക്കിതിൽ കുറച്ച് ജംപ് മുഫ്രദുകൾ പഠിക്കാം. ഹയവാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ്. ഹയവാനത്ത് എന്ന് പറഞ്ഞാൽ കുറേ ജീവികളാണ്. കഫസ് എന്ന് പറഞ്ഞാൽ ഒരു കൂടാണ്. അപ്പഫസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടുകൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇതിലുള്ളത് നിങ്ങൾ വായിച്ച് നോക്കുക. ആദ്യത്തെ കോളത്തിലുള്ളത് സിംഗിളാണ്, ഇപ്പുറത്തെ കോളത്തിലുള്ളത് പ്ലൂരലുകളാണ്. താഴത്തെ എഴുതാനുണ്ട്, അത് നിങ്ങൾ എഴുത്ത് നന്നാക്കുകയും ചെയ്യാം. ഓക്കെ, ഒറ്റ കാര്യങ്ങളുള്ളത് നന്നായി വായിച്ച് നോക്കുക. ലിസാനാണ്, ബേസിക് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, തുടർന്ന് നമുക്ക് പാഠങ്ങളെടുക്കാം. അസ്സലാമു അലൈക്കും.